എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി താരയിൽ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ കൈകളിൽ നാവിനെന്നിതാ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി താരയിൽ ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷം അങ്ങേ സ്തുതിച്ച് ഞങ്ങൾ ആലപിക്കുന്നു. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി താരയിൽ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, ഞങ്ങളെ ഉള്ളംകൈയിൽ പേറുന്ന തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ നല്ല ദിനത്തിൽ അങ്ങയോടുകൂടെ സമയം ചിലടുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 16-ാം വചനത്തിലൂടെ നീ ഞങ്ങളോട് ഇന്നും പറയുന്നു, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു,
അതെ, ഇന്ന് ഞങ്ങളോട് നീ അരുൾ ചെയ്യുന്നു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ. നിന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ ഞങ്ങളുടെ പേരുകൾ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എത്രമാത്രം കരുതൽ നൽകുന്നവനെ, എത്രമാത്രം സ്നേഹം ചൊരിയുന്നവരെ, അങ്ങേക്ക് 1000 നന്ദിയും സ്തുതിയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ പറഞ്ഞല്ലോ, കുരിശിലേക്ക് നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവ ജനതയോട് നീ കാണിച്ച സ്നേഹത്തെയാണ് ഓർമ്മ വരുന്നതെന്ന്. എന്നാൽ ദിവ്യകാരുണ്യനാഥനായ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ നയനങ്ങൾ പതിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഇന്ന് ഈ നിമിഷത്തിൽ എത്രമാത്രം സ്നേഹം ഞങ്ങൾമേൽ നീ ചൊരിയുന്നുവെന്ന്. സ്നേഹമുള്ള ഈശോയെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞല്ലോ, സ്വർഗമെന്ന് പറയുന്നത് ഈ അപ്പമാണ്, ദിവ്യകാരുണ്യനാഥനാണ്. സ്വർഗത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളായിരിക്കുന്നത്. സ്വർഗീയമായ നിമിഷം പങ്കിടാനാണ് ഞങ്ങളായിരിക്കുന്നത്. ഈശോയെ, ഈ ഒരു വലിയ നിമിഷത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ, ചൈതന്യത്തോടെ, കൃപയുടെ അനുഭവങ്ങൾ തേടിക്കൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങൾ പങ്കിടുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സുകളിലേക്ക്, ഞങ്ങളുടെ അധരങ്ങളിലേക്ക്, ഞങ്ങളുടെ ചിന്തകളിലേക്കൊക്കെ അങ്ങേ അരൂപി അയച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണം ഈശോയെ. വചനം വായിച്ച് പഠിച്ച് ജീവിക്കുവാനുള്ള വലിയ വിളിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ ഈശോയെ. ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളെ സ്പർശിച്ചാലും ഞങ്ങൾക്ക് വെളിച്ചം പകർന്ന് എപ്പോഴും വെളിച്ചത്തിൻ്റെ മക്കളായി നഴി നടത്തിയാലും ദിവ്യനാഥ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ദിവ്യകാരുണ്യനാഥൻ ഇത്രമാത്രം സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ദിവ്യകാരുണ്യനാഥൻ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള ചോദ്യമാണ് നാം ഇന്ന് ചോദിക്കുക. ആ ഒരു ചോദ്യത്തിന് വ്യക്തമായ അർത്ഥവും ബോധ്യവും ഉത്തരവും എൻ്റെ മനസ്സിലുണ്ട് എങ്കിൽ ഈ സ്നേഹകരവലയത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ വഴുതി പോവുകയില്ല. പ്രിയമുള്ളവരെ, കുരിശിൽ കിടന്ന് എനിക്ക് വേണ്ടി എന്തിന് ഈശോ മരിച്ചു എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരമെന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാം തിരുവചനം ഉത്തരം നൽകുകയാണ്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. പാപമോചനത്തിന് വേണ്ടി രക്തം ചിന്തിയ ഈശോവ്. വിശുദ്ധ ജെറോമിനെ പറ്റി ഇപ്രകാരം ഒരു സംഭവം പറയാറുണ്ട്. താൻ തർജ്ജിമ ചെയ്ത വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ
ജോലികളുടെ ഭാരമെല്ലാം മാറ്റിവെച്ച് ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഈ ക്രിസ്മസ് കാലയളവിൽ വിശുദ്ധ ജെറോമിനോട് കർത്താവ് ചോദിച്ചു, എന്ത് സമ്മാനമാണ് നീ എനിക്ക് നൽകുവാൻ പോകുന്നതെന്ന്. വിശുദ്ധ ജെറോം അപ്പോൾ താൻ അതുവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തർജ്ജിമ ചെയ്ത വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് ആരായുകയുണ്ടായി. മറ്റു പലതും കർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിലൊന്നും കർത്താവ് സംതൃപ്തനായിരുന്നില്ല. കർത്താവ് അവസാനം വിശുദ്ധ ജെറോമിനോട് ഇപ്രകാരമാണ് പറയുന്നത്, ഗിവ് മീ യുവർ സെൻസ്. നീ നിൻ്റെ പാപങ്ങൾ എനിക്ക് തരിക എന്ന്. സമ്മാനമായി പാപങ്ങൾ നിൻ്റെ പക്കൽ നിന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഇന്നും നമ്മൾ ഓർക്കുക, ദിവ്യകാരുണ്യനാഥൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുക, ഗിവ് മീ യുവർ സെൻസ്. നീ നിൻ്റെ പാപങ്ങൾ എനിക്ക് തരിക. പാപങ്ങൾ മോചിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചതെന്ന് ബോധ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുറ്റി. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് മരിച്ചത് ഒരു വലിയ സമ്മാനം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്. ആ സമ്മാനത്തിൻ്റെ പേരാണ് നിത്യജീവൻ. നിത്യജീവൻ ദാനമായി നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. മൂന്നാമതായി പറയുന്നത്, ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് അനന്തമായ സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശുനാഥൻ പഠിപ്പിച്ചുവെങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ ജീവിക്കുകയായിരുന്നു യേശു. സ്വന്തമെന്ന് കരുതിയവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഈശോ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ഇല്ലാതാക്കി. കുർബാന എന്ന് പറയുന്നത് അതാണ്. ദിവ്യകാരുണ്യനാഥൻ എന്ന് പറയുന്നത് അതാണ്. അപ്പമായി സ്വയം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഇല്ലാതാകുന്നൊരവസ്ഥ. നമ്മുടെ ഒപ്പമാകുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ എപ്പോഴും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഈശോ. മറ്റൊന്ന് ഇപ്രകാരം പറയപ്പെടുന്നു, ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ കിടന്ന് മരിച്ചതെന്ന്. ഈ പറയപ്പെട്ട കാരണങ്ങളെല്ലാം നമ്മൾ കോർത്തിണക്കി വായിക്കുമ്പോൾ ആത്യന്തികമായി ഈശോ കുരിശിൽ കിടന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ്. എന്നോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കുരിശിൽ കിടന്ന് മരിക്കുകയാണ്. ആ സ്നേഹം തന്നെയാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതും നമ്മൾ ആഴത്തിൽ അനുഭവിക്കുന്നതും. ഒരു നിമിഷം നമ്മൾ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് ആ സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിചിന്തനം ചെയ്യാം. ഇത്രമാത്രം സ്നേഹം മാനവ ജനതയ്ക്ക് വാരിക്കോരി കൊടുക്കുന്ന സ്നേഹനിധിയായ തമ്പുരാൻ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രമാത്രം സ്നേഹം ഞാൻ വാരിക്കോരി കൊടുക്കുന്നുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ വ്യക്തിപരമായി നൽകേണ്ടിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി എത്ര സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിലവഴിക്കാറുണ്ട്? വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനുള്ള തീക്ഷ്ണത ഇന്ന് കുറഞ്ഞു പോവുകയല്ലേ? സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങിപ്പോവുകയല്ലേ? വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് മടിപിടിക്കുകയല്ലേ? നമ്മളിവിടെയൊക്കെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ പതറിപ്പോവുകയല്ലേ മക്കളെ ചെയ്യുന്നത്? നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ദിവ്യകാരുണ്യനാഥ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അങ്ങയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാനും ആ സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്നേഹത്താൽ സ്വന്തം ശരീരം ദിവ്യഭോജ്യമായി തന്ന നാഥ, ഇതാ
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഉള്ളുകളിൽ ഒരു ഗാനത്തിൻ്റെ രൂപത്തിൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അവസാന നിണ ബിന്ദു പോലും പാനീയമായി തന്ന ഉണ്ണിയേശുവെ, അത്രമാത്രം സ്നേഹം നീ ഞങ്ങളുടെ മേൽ ചൊരിയുന്നുവല്ലോ. ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഈ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം അങ്ങേക്ക് മുമ്പിൽ പ്രണമിപ്പിക്കുമ്പോൾ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സ്നേഹത്താൽ സ്വന്തം ശരീരം ദിവ്യഭോജ്യമായി തന്ന നാഥ, അവസാന നിണബിന്ദു പോലും പാനീയമായി തന്ന ദേവാ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ. സ്നേഹത്താൽ സ്വന്തം ശരീരം ദിവ്യഭോജ്യമായി തന്ന നാഥ, അവസാന നിണബിന്ദു പോലും പാനീയമായി തന്ന ദേവാ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ. മൂന്നുവട്ടം നിന്നെ തള്ളി പറഞ്ഞു ഞാൻ കോഴി കൂകുന്നതിൻ മുൻപേ, മൂന്നുവട്ടം നിന്നെ തള്ളി പറഞ്ഞു ഞാൻ കോഴി കൂകുന്നതിൻ മുൻപേ, എന്നിട്ടും നിന്റെ ആ കരുണാകടാക്ഷമേ മാനസം ആർദ്രമായി തീർത്തു, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ. സ്നേഹത്താൽ സ്വന്തം ശരീരം ദിവ്യഭോജ്യമായി തന്ന നാഥ, അവസാന നിണബിന്ദു പോലും പാനീയമായി തന്ന ദേവാ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ, എന്നെ നീ അത്രമേൽ സ്നേഹിച്ചുവല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന ഈശോയെ, ഈ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ശിരസ് നമിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ കിടന്ന് മരണം വരിച്ച നാഥ, എന്തുമാത്രം സ്നേഹമാണ് നീ ഞങ്ങളുടെ മേൽ പ്രകടിപ്പിക്കുന്നത്. ഈശോയെ, നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ, ആത്മാവിന് രക്ഷ ലഭിക്കുവാൻ നീ നിന്നെ തന്നെ ഇല്ലാതാക്കിയല്ലോ.
സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മണ്ണിൽ വന്ന് മനുഷ്യരിൽ ഒരുവനായി ജീവിച്ച് പീഡകളേറ്റുവാങ്ങി ഇതാ അവസാനം ഞങ്ങളിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിക്കൊണ്ട് ആ സ്നേഹം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളെ എന്നും ആ സ്നേഹത്തിൽ നിലനിർത്തണമേ. എന്നും ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ എപ്പോഴും കാവൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസപിതാവിനോടൊപ്പം എന്നും നിലനിർത്തണമേ. ഈശോയെ, അങ്ങേക്കിഷ്ടമുള്ളവരായി, അങ്ങേക്ക് ഏറ്റവും പ്രിയമുള്ള മക്കളായി ജീവിക്കുവാൻ വേണ്ട കൃപാവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, ഞങ്ങളുടെ ആവശ്യങ്ങളും, ഞങ്ങളുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ ആ സ്നേഹത്തോട് ചേർത്ത് വച്ച് അവയെല്ലാം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും. വണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.